വലിയ വിവാദങ്ങളിൽപ്പെട്ട് കോൺഗ്രസ് പാർട്ടി കൈയൊഴിഞ്ഞതിനു ശേഷം പാലക്കാട്ടേക്ക് പോകാൻ ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടം എം.എൽ.എ. അന്തരീക്ഷത്തിൽ മാത്രം നിൽക്കുന്ന പരാതിയുടെ പശ്ചാത്തലത്തിൽ മാങ്കൂട്ടത്തെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഒറ്റയ്ക്ക് നേരിടാൻ തന്നെയാണ് തീരുമാനം. കൂടെ ഒരു കോൺഗ്രസുകാരനും പരസ്യമായി ഉണ്ടാവില്ല എന്നറിയാം. സംരക്ഷണം ആവശ്യപ്പെട്ടാൽ പൂർണ്ണമായും സർക്കാരിന്റെ ബാധ്യതയായത് മാറും. അതാണ് ഇനി സർക്കാരിന് തലവേദന. എം.എൽ.എക്ക് സംരക്ഷണം നൽകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. അത് മാങ്കൂട്ടത്തെ കൂടുതൽ കോൺഗ്രസുമായി പെട്ടെന്ന് തന്നെ അടുപ്പിക്കും. മാങ്കൂട്ടം എം.എൽ.എ. പാലക്കാട്ടേക്ക് വന്നാൽ തിരിച്ചു പോകില്ല എന്നൊക്കെ വീരവാദം മുഴക്കിയ CPM-ന് ഇനി അദ്ദേഹത്തെ രക്ഷിക്കേണ്ടുന്നത് ബാധ്യതയായി മാറും. എം.എൽ.എയെ ആക്രമിക്കാൻ വരുന്നവർക്ക് നേരെ നടപടിയെടുത്തു അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് പിണറായി പോലീസിന്റെ ബാധ്യതയായി മാറുകയാണ്. ഏതാനും ദിവസത്തിനകം തന്നെ ചങ്കൂറ്റത്തോടെ എം.എൽ.എ. പാലക്കാട്ടേക്ക് പോകുമെന്നും അതിനായി സർക്കാരിന്റെ സംരക്ഷണം ആവശ്യപ്പെടുമെന്നുമാണ് അറിയുന്നത്. ഏതായാലും മാങ്കൂട്ടം എം.എൽ.എ. സ്ഥാനമെങ്ങാനും രാജിവെച്ചിരുന്നുവെങ്കിൽ വലിയ തലവേദനയായി മാറുമായിരുന്നു. കാരണം മാങ്കൂട്ടത്തിന്റെ പീഡനക്കേസിൽ പരാതികളെല്ലാം നനഞ്ഞ പടക്കമായി മാറുകയാണ്. എല്ലാം കെട്ടുകഥകളാണെന്ന് തെളിഞ്ഞു വരികയാണ്. ഗർഭമുണ്ട് എന്ന് പറഞ്ഞ ആൾക്ക് ഗർഭമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ആള് ഇല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇനിയിപ്പോൾ വേണ്ടത് അത് പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനലിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കമാണ് നടത്തേണ്ടത്. പിണറായി വിജയന്റെ ശത്രുവായതുകൊണ്ട് മാത്രം ഒരു നേതാവിനെ തകർക്കാൻ ഇത്രയും നീചമായ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിട്ട് ഈ മാമാപ്പണിയെടുക്കുന്ന ചാനലിനെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയില്ല എങ്കിൽ അതും വലിയ അപകടമാണ്. മാങ്കൂട്ടത്തിന്റെ മേലിൽ ചാർത്തിവെച്ച ഗർഭം അലസിയ സ്ഥിതിക്ക് പലരുടെയും ആഗ്രഹങ്ങളാണ് തകർന്നു വീണത്. അതുപോലെ തന്നെയാണ് പാലക്കാട്ടെ BJP നേതാവായ ട്രാൻസ്ജെൻഡറിന്റെ സ്ഥിതി. മാങ്കൂട്ടത്തെ കുടുക്കാൻ ചിലരുമായി ചേർന്ന് നടത്തിയ ആസൂത്രണം കൂടെയുള്ളവർ തന്നെ തുറന്നു പുറത്തുവിട്ടിരുന്നു. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ട്രാൻസ്ജെൻഡർ യുവതി അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമെന്ന് സുഹൃത്ത് അന്ന രാജു വെളിപ്പെടുത്തി കഴിഞ്ഞു. അതോടെ അതിന്റെ കാര്യവും കട്ടപ്പുകയായി. ഇനി ആര് എത്ര രൂപ തന്നിട്ടാണ് പറയിപ്പിച്ചത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. BJP നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് അവന്തികയുടെ നീക്കമെന്ന് ഏകദേശം പുറത്തു വന്നിരിക്കുകയാണ്. രാഹുൽ 3 വർഷം മുമ്പ് ചാറ്റ് ചെയ്തു എന്നാണ് അവന്തിക പറയുന്നത്. സംഭവം നടക്കുന്ന കാലയളവിൽ താനും അവന്തികയും ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നും രാഹുൽ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും താൻ അവന്തികയ്ക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും അന്ന രാജു വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി മറ്റൊരു പരാതിക്കാരിയുടെ കഥ പറയേണ്ടതില്ല. പറവൂരിലെ CPM നേതാവിന്റെ മകൾ. അവൾക്കാണെങ്കിൽ പരാതിയൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് നേരിൽ കാണണമെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് മാങ്കൂട്ടം MLA-ക്കെതിരെയുള്ള പരാതികളുടെ കിടപ്പ്. കോൺഗ്രസ് പാർട്ടിയുടെ നന്മ കൊണ്ട് മാത്രം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോഴും പ്രവർത്തകർ മുഴുവനും ഒപ്പമുണ്ടായിരുന്നു. അതിന്റെ കാരണം ഇത് വ്യാജം എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ പരാതികളൊന്നുമില്ലാത്ത ഒരു കേസിൽ പാർട്ടി പുറത്താക്കുകയും എന്നാൽ തന്നെ ജയിപ്പിച്ച ജനങ്ങളുടെ അടുത്ത് പോകാൻ തയ്യാറായ അദ്ദേഹം പാലക്കാട് തന്റെ മണ്ഡലത്തിലേക്ക് പോകാനായി സംരക്ഷണം ചോദിച്ചാൽ നമുക്ക് കാണാം ഇപ്പോൾ പ്രതിഷേധിക്കുന്ന CPM-കാർ ആയിരിക്കും മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകുക. അത് പിണറായിയുടെ ഉത്തരവായിരിക്കും. MLA-യുടെ ദേഹത്തിന് ഒരു തരി മണ്ണ് വീണാൽ പിണറായിയുടെ കസേര ഇളകുന്ന തരത്തിലായിരിക്കും പ്രതിഷേധമുണ്ടാവുക. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം എന്ന് പറയേണ്ടി വരും.